ഏവർക്കും നമസ്കാരം. ഞാൻ ഐശ്വര്യ. മിഷൻ PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തെ മാർജിനൽ സ്റ്റോപ്പ് എന്താണെന്ന് നോക്കാം. There are 2 marginal stop in every typewriter. 2 മാർജിനൽ സ്റ്റോപ്പുകളാണ് പ്രധാനമായും ഒരു ടൈപ്പ് റൈറ്ററിൽ ഉള്ളത്. അതേതൊക്കെയാണ്? ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ആൻഡ് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്. ഇനി ഈ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് കൺട്രോൾ ചെയ്യുന്നത് ക്യാരേജിൻ്റെ റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ്. ഓപ്പോസിറ്റ് ആക്ഷനാണ്. അതായത് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ക്യാരേജിൻ്റെ റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് കൺട്രോൾ ചെയ്യുന്നത് ക്യാരേജിൻ്റെ ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ്. മാർജിനൽ സ്റ്റോപ്പ് കാണപ്പെടുന്നത് മാർജിനൽ റാക്കിലാണ്. അതായത് മാർജിനൽ സ്റ്റോപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മാർജിനൽ റാക്കിലാണ്. വലതുവശത്തെ മാർജിൻ തുല്യമായി ലഭിക്കില്ല. അതെന്താണത്? നമ്മൾ മാർജിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സെൻറ്റൻസ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സെൻറ്റൻസ് ഒരു പക്ഷേ വരിയുടെ ലാസ്റ്റ് എത്തണമെന്നില്ല. അതിന് മുമ്പേ ചിലപ്പോൾ ആ സെൻറ്റൻസ് അവസാനിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മാറ്ററിലായാലും വലതുവശത്തെ മാർജിൻ എപ്പോഴും തുല്യമായിരിക്കില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോട്ട് ബുക്കിലെ കാര്യം ആലോചിച്ചാൽ മതി. നോട്ട് ബുക്കിൽ ലെഫ്റ്റ് സൈഡിൽ മാർജിൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങാം. പക്ഷെ നമ്മൾ എഴുതുന്ന മാറ്റർ എപ്പോഴും വലത്ത് സൈഡിൽ വരിയുടെ അവസാനം തന്നെ എത്തിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ സെൻറ്റൻസ് വരിയുടെ ലാസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവസാനിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൻ്റെ മാർജിൻ്റെ അടുത്തെത്തില്ലല്ലോ. അപ്പോൾ അത് ഓർത്താൽ മതി. ടൈപ്പ് റൈറ്ററിലും നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ വലതുവശത്തെ മാർജിൻ എപ്പോഴും ഈക്വൽ ആവാറില്ല. പിന്നെ വലതുവശത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് വലതുവശത്തെ മാർജിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടൈപ്പ് റൈറ്ററിൽ ബെൽ മെക്കാനിസം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്തതാണ് ടൈപ്പ് റൈറ്ററിലെ ബെൽ മെക്കാനിസം. The position of bell is fixed behind the typewriter. ടൈപ്പ്റൈറ്ററിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ബെല്ലിൻ്റെ പൊസിഷൻ. The bell rings 5 space before the right marginal stop. നമ്മൾ ടൈപ്പ് ചെയ്ത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എത്താറാവുമ്പോൾ 5 സ്പേസ് മുമ്പായിട്ട് ഈ ബെല്ല് വർക്ക് ചെയ്യുന്നു. അതായത് ബെല്ല് റിങ് ചെയ്യുന്നു. ബെൽ മെക്കാനിസത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ബെൽ ആക്ഷൻ പ്രവർത്തിക്കുമ്പോൾ ടൈപ്പ് റൈറ്ററിൽ പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്, ബെൽ പ്ലേറ്റ്, ബെൽ ഹാമർ, ബെൽ കപ്പ്. ഏതൊക്കെയാണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്, ബെൽ പ്ലേറ്റ്, ബെൽ ഹാമർ, ബെൽ കപ്പ്. ഇനി മാർജിനൽ സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഹൗ മെനി മാർജിനൽ സ്റ്റോപ്സ് ആർ ഇൻ എ ടൈപ്പ് റൈറ്റർ? ഓപ്ഷൻ A 1, ഓപ്ഷൻ B 2, ഓപ്ഷൻ C 3, ഓപ്ഷൻ D 4. ആൻസർ ഏതാണ്? ഓപ്ഷൻ B 2. 2 മാർജിനൽ സ്റ്റോപ്പാണ് ടൈപ്പ് റൈറ്ററിലുള്ളത്. ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പും റൈറ്റ് മാർജിനൽ സ്റ്റോപ്പും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബെൽ റിങ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ. ഓപ്ഷൻ A 5 spaces before the right margin stop. ഓപ്ഷൻ B 5 spaces after the right margin stop. ഓപ്ഷൻ C 5 spaces after the left margin stop. ഓപ്ഷൻ D 5 spaces before the left margin stop. ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ബെൽ എപ്പോഴാണ് റിങ് ചെയ്യാം? റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ്. റൈറ്റ് മാർജിൻ സ്റ്റോപ്പിൽ 5 സ്പേസസിന് മുൻപാണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ്. 5 spaces ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ പ്രൊഡ്യൂസിങ് ബെൽ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ലൈൻ ഡാഷ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ A ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ്, ഓപ്ഷൻ B റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്, ഓപ്ഷൻ C മാർജിനൽ റാക്ക്, ഓപ്ഷൻ D നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്. ഓപ്ഷൻ B റൈറ്റ് മാർജിനൽ സ്റ്റോപ്പാണ് ആൻസർ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.